എമ്മൗസിലോട്ട് പോയ ശിഷ്യന്മാർ ഈശോ കൂടെ നടന്നിട്ട് ഈശോയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വചനം വായിക്കുന്ന, ബൈബിള് വായിക്കുന്ന പലതും നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്ത കാരണം നമ്മുടെ കണ്ണ് മൂടപ്പെട്ട്, ഈ കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് ഈശോയെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ, ഈശോയെ അറിയാൻ പറ്റുകയുള്ളൂ, ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് പറ്റുകയുള്ളൂ. വചനം ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈ തുറക്കാൻ ആരാ നമ്മളെ സഹായിക്കണ്ടേ? പരിശുദ്ധാത്മാവ്. അതാ എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഒരു സഹായം. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിട്ട് ആര് പോയത്? ഈശോ പോയത്. ഈശോ ശിഷ്യന്മാരെ വെറുതെ അനാഥരായി ഈ ലോകത്തിട്ടിട്ട് പോയതല്ല, ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് പോയത്. എലീശ പുണ്യവതിയുടെ അടുത്തേക്ക് പോയപ്പം, എലീശാമ്മയുടെ അടുത്ത് പോയപ്പം എന്ത് സംഭവിച്ചു? ചെന്നു കയറിയപ്പോഴേ, ആ അഭിവാദന സ്വരം കേട്ടപ്പോഴേ എന്ത് സംഭവിച്ചെന്നാണ് പറഞ്ഞേ? ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. ഇതാണ് ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി കടന്നു ചെല്ലുന്ന ഇടങ്ങൾ അനുഗ്രഹമായി മാറും, അഭിഷേകമായി മാറും. അറിയത്തില്ല, ആ വ്യക്തി അറിയുന്നില്ല, ആ വ്യക്തിയുടെ ആത്മാവ്. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പം ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, ആരാണ്? ഒരു വ്യക്തിയാണ്. മനസ്സിലാക്കണം അത്. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ കൂടെ പിടിക്കേണ്ട ആരെയാ? പരിശുദ്ധ. കാരണം നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട്, എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ, എന്നേക്കും, ഇത്ര കാലത്തേക്കെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര, ആ ഒരു പ്രത്യേക ദൗത്യം ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുടെ മേൽ ആത്മാവ് വരും, അത് ചെയ്തു കഴിയുമ്പം ആത്മാവ് പോകും. അങ്ങനെയായിരുന്നു പഴയ നിയമം. ഈശോ വന്ന് നമ്മളെ രക്ഷിച്ച് നമ്മളെ ഈ ലോകത്തു നിന്ന് എല്ലാത്തുനിന്നും വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട സ്വർഗം വീണ്ടും നമുക്കായി തുറന്നു തന്ന് തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് പോയി. അതിനുശേഷം ആരെ അയച്ചു? പരിശുദ്ധ. ഇപ്പം പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടരുത്, നമ്മൾ ദുഃഖിച്ചിരിക്കരുത്, നമ്മൾ വേദനിച്ചിരിക്കരുത്. എല്ലാ പ്രശ്നങ്ങളും കടന്നു വന്നാലും മല പോലെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ എന്താക്കി മാറ്റും? അതിനെ ശാന്തമാക്കി നിമിഷം നേരം കൊണ്ട് മാറ്റാൻ ആത്മാവ് ഉള്ള വ്യക്തിക്ക് സാധിക്കും. കാരണം ആ വ്യക്തിയല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ലൂക്ക 12:12 പറയുന്നുണ്ട്, എന്താണ് പറയേണ്ടതെന്ന് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഭരണാധിപന്മാരുടെയും അധികാരികളുടെയും ദേശാധിപതികളുടെയും ഒക്കെ മുൻപ് നിങ്ങളെ കൊണ്ടു നിർത്തിയാലും എന്താണ് പറയേണ്ടതെന്ന് അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പറയേണ്ടതെന്ന് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും.